ഈ മഹാസമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ അഭിമന്യ തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ തിരുമേനി, സ്വാഗതം ആശംസിച്ച റവറൻ തോമസ് കോശി പനച്ചമുട്ടിലച്ചൻ ഭദ്രാസന സെക്രട്ടറി, മുഖ്യ പ്രഭാഷണത്തിനായി ഇവിടെ എത്തിയിട്ടുള്ള എൻ്റെ ആത്മസുഹൃത്തും കേരളം കണ്ട ഏറ്റവും നല്ല പ്രാസംഗികനും പ്രഭാഷകനും പാർലമെൻറ്റ് അംഗവുമായ ഡോക്ടർ MP അബ്ദുൽ സമദ് സമദാനി, അഭിമന്യ ജോഷുവ മാർ നിക്കോമിയോസ് മെത്രാപ്പോലീത്ത തിരുമേനി, പ്രിയങ്കരനായ പത്തനംതിട്ടയുടെ MP സി ആൻറ്റോ ആൻ്റണി, റവറൻ ABT മാമൻ സഭാ സെക്രട്ടറി, പ്രിയങ്കരനായ റാന്നിയുടെ ജനപ്രിയനായ MLA സി പഴകുളം മധു, തിരുവല്ലായുടെ പ്രിയപ്പെട്ട MLA സി വർഗീസ് മാമൻ, കോന്നിയുടെ പ്രിയപ്പെട്ട MLA സി KU ജനൂഷ് കുമാർ, പത്തനംതിട്ടയുടെ MLA യും യുവ നേതാവുമായ സി അബിൻ വർക്കി, മുൻ MLA പ്രിയങ്കരനായ സി പ്രമോദ് നാരായണൻ, റവറൻ TT തോമസ്, ശ്രീമതി ബീന തോമസ്, അനു ഫിലിപ്പ്, വൈദിക ശ്രേഷ്ഠന്മാരെ, മാതാപിതാക്കളെ, ഗുരുജനങ്ങളെ, സുഹൃത്തുക്കളെ, ഇന്ന് ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസമാണ്. മലങ്കര മർത്തോമ സുറിയാനി സഭയുടെ ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായം കുറിക്കുന്ന ദിവസമാണ്. അഭിമന്യ ഡോക്ടർ മാർ ജോസഫ് മാർ ബർണബാസ് സഫർഗൻ മെത്രാപ്പോലിത്തയുടെ പൗരോഹിത്യ സുവർണ ജൂബിലി ആഘോഷ പരിപാടികളുടെ സമാപന സമ്മേളനമാണ് ഇന്നിവിടെ നടക്കുന്നത്. നേരത്തെ തിരുവനന്തപുരത്തും ഡൽഹിയിലും മറ്റ് കോഴിക്കോട്ടും ഒക്കെ ഈ പൗരോഹിത്യ സുവർണ ജൂബിലി ആഘോഷ പരിപാടികൾ നടന്നിരുന്നു. അതിൻ്റെ ഒരു കൾമിനേഷൻ എന്ന നിലയിലാണ് ഇന്നിവിടെ റാന്നി നിലയ്ക്കൽ ഭദ്രാസനം ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഡോക്ടർ ജോസ്മ ബർണബാസ് തിരുമേനി വ്യക്തിപരമായി ഞാനുമായി വളരെയേറെ വർഷങ്ങളുടെ ബന്ധവും അടുപ്പവുമുള്ള മെത്രാപ്പോലീത്ത തിരുമേനിയാണ്. അദ്ദേഹം ജനിച്ചതും വളർന്നതുമെല്ലാം കോട്ടയത്ത് പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലാണ്. ഞാനവിടെ MP ആയിരിക്കുന്ന സന്ദർഭത്തിൽ നിരവധി തവണ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും സഹപ്രവർത്തകനുമായ ഷിബു, അദ്ദേഹത്തിൻ്റെ ബന്ധുവാണ്, അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഭവനം സന്ദർശിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. ആ വീടിൻ്റെ ഓർമ്മ എപ്പോഴും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. വൃക്ഷലതാദികളാൽ നിബിഡമായ ഒരു വീടാണ് അത്. അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു അനുഭൂതി ഉണ്ടാകും. ആ വീട്ടിൽ പോകുമ്പോഴെല്ലാം ആ അനുഭൂതി അനുഭവിക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അവിടെ ജനിച്ചു വളർന്ന് 50 വർഷം പുരോഹിതനായി പ്രവർത്തിച്ച് 33 വർഷം അഭിമന്യ തിരുമേനിയായി ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകി പ്രവർത്തിച്ച ബർണബാസ് തിരുമേനിക്ക് എല്ലാവിധ ആശംസകളും ഈ സന്ദർഭത്തിൽ ഞാൻ നേരുകയാണ്. ഞാൻ നിങ്ങൾക്ക് എൻ്റെ മനസ്സിനൊത്ത ഇടയനെ നൽകും, അവർ നിങ്ങളെ ജ്ഞാനത്തോടെയും ബുദ്ധിയോടെയും മേയിക്കും. ഈ വാക്യം അന്വർത്ഥമാകത്തക്ക നിലയിൽ ദൈവം തന്ന മഹാപുരോഹിതനായി നമുക്ക് ബർണബാസ് തിരുമേനിയെ വിലയിരുത്താൻ സാധിക്കും. തൻ്റെ പ്രവർത്തന മേഖലകളിലൊക്കെ തന്നിൽ വിശ്വാസമർപ്പിച്ച ജനങ്ങൾക്കൊരു പോറൽ പോലും ഏൽപ്പിക്കാതെ അവരെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ബർണബാസ് തിരുമേനിയുടെ പൗരോഹിത്യ ജീവിതം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. തിരുമേനിയായി തിരുവനന്തപുരത്തിരുന്ന സന്ദർഭങ്ങളിൽ നിരവധിയായ അവസരങ്ങൾ എനിക്ക് പോയി കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ സഭയ്ക്ക് മാത്രമല്ല, സഭയ്ക്ക് പുറത്തുള്ള ഇതര ജനവിഭാഗങ്ങൾക്കും ഏറ്റവും കൂടുതൽ സ്വീകാര്യനായ വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഒരു മതനിരപേക്ഷതയിൽ ഉറച്ചു വിശ്വസിക്കുന്ന വ്യക്തിയാണ്.
അദ്ദേഹത്തിൻ്റെ കുക്ക് ഒരു ഇസ്ലാം മതവിശ്വാസിയാണ്, മുഹമ്മദ്. ഡൽഹിയിൽ അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് മുഹമ്മദിനെ പരിചയപ്പെടുന്നത്. മുഹമ്മദ് ബീഹാർ സ്വദേശിയായൊരു വ്യക്തിയാണ്. അന്ന് അദ്ദേഹത്തോടൊപ്പം കൂടി ഏതാണ്ട് 10-25 വർഷമായി അദ്ദേഹത്തോടൊപ്പം കഴിയുന്നു. മുഹമ്മദിൻ്റെ നോമ്പ് കാലഘട്ടത്തിൽ തിരുമേനി അദ്ദേഹത്തെ പരിപാലിച്ചു വന്നു. മുഹമ്മദിന് തൻ്റെ മതാചാരപ്രകാരമുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ സർവ്വ സ്വാതന്ത്ര്യവും തിരുമേനി നൽകി. അതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മതേതരമായ മുഖം, മതനിരപേക്ഷതയിലുള്ള തൻ്റെ അചഞ്ചലമായ വിശ്വാസം വെളിവാകുന്ന ഒരു കാര്യമാണ്. അത് നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു കാര്യം. ഇന്നിപ്പം മുഹമ്മദിൻ്റെ കുട്ടി ഈ സ്കൂളിൽ പഠിക്കുന്നുവെന്ന് എന്നോട് തിരുമേനി പറഞ്ഞു. ബർണബോസ് എന്നതിൻ്റെ അർത്ഥം വിശുദ്ധ പൗലോസിൻ്റെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന മഹാവ്യക്തിത്വത്തെയാണ് ബർണബോസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ഒരിക്കലും മുന്നിൽ നിന്ന് ഷോ കാണിക്കാതെ പിന്നിൽ നിന്നുകൊണ്ട് ദൈവവിശ്വാസങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും അജപാലകനായി പ്രവർത്തിക്കാനും കഴിഞ്ഞ ബർണബാസ് തിരുമേനിയെ എന്നും ജനങ്ങളും സഭയും ഓർക്കും എന്ന കാര്യത്തിലും എനിക്ക് സംശയമില്ല. അദ്ദേഹത്തിന് സുദീർഘമായ ഒരു പ്രവർത്തനം ഇനിയും നമുക്ക് കേരള സമൂഹത്തിന് നൽകാനായിട്ടുണ്ട്. ഈ പൗരോഹിത്യത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഇനിയും കൂടുതൽ കാലം അജപാലക വൃത്തിയിൽ മുന്നോട്ട് പോകാനും സമസ്ത ജനവിഭാഗങ്ങൾക്കും പ്രതീക്ഷ നൽകാനും കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. എന്നോട് ഇവിടെ നിന്നപ്പോൾ എന്നോട് പറഞ്ഞത്, രമേശ് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യത്തിൽ ഞങ്ങളും പങ്കാളിയാകാം എന്നാണ്. ഞങ്ങൾക്ക് നിരവധി ആളുകളെ പാർപ്പിക്കുന്ന റീഹാബിലിറ്റേഷൻ സെൻ്ററുകൾ ഉണ്ടെന്ന് എന്നോട് പറഞ്ഞു. ഇന്ന് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി മാറുന്ന കേരളീയ സമൂഹത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാർ ഓപ്പറേഷൻ തുഫാൻ എന്നൊരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ആ പദ്ധതിയിൽ പങ്കാളിയാകാമെന്ന് പറഞ്ഞ തിരുമേനിയോടുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ നന്ദി രേഖപ്പെടുത്താൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ഇന്ന് നമ്മുടെ ചെറുപ്പക്കാർ അറിഞ്ഞോ അറിയാതെയോ മയക്കുമരുന്നിൻ്റെ പിടിയിലായി മാറുന്നു. പെൺ ആൺ വ്യത്യാസമില്ലാതെ ഈ ചതിക്കുഴിയിൽ വീഴുന്നവരെ രക്ഷിക്കാൻ 2 മാർഗമേ ഉള്ളൂ. ഒന്ന്, അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. 2, നിയമത്തിൻ്റെ വഴി അവരെ തേടിയെത്തുക. ഈ 2 പ്രവർത്തനങ്ങളിലും മർത്തോമാ സഭയുടെ പിന്തുണ പ്രഖ്യാപിച്ച ബർണബാസ് സഫർഗൻ തിരുമേനിയോടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ദൗത്യം ഏറ്റെടുക്കണം. ഇത് കേരളത്തെ രക്ഷിക്കാനുള്ള ദൗത്യമാണ്. തീർച്ചയായും അതിലൂടെ മാത്രമേ നമുക്കിനിയും സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ സാധ്യമാവുകയുള്ളൂ എന്നുകൂടി ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. അഭിവന്യ ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫർഗൻ മെത്രാപ്പോലീത്ത തിരുമേനിക്ക് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വം സഭയ്ക്കും സമൂഹത്തിനും കൂടുതൽ കരുത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.